ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമ്മുടെ മെയിൽ നടത്തേണ്ട PSC എക്സാംസ് പോസ്റ്റ്പോൺ ചെയ്ത് സെപ്റ്റംബറിൽ ഡേറ്റ് വന്നിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ, നമ്മൾ ഇന്നലെ കുറച്ചൊരു 50 ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ചോദിച്ച ഒരു 50 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തായിരുന്നു. അതിൽ 2-3 ക്വസ്റ്റ്യൻസ് കറക്ഷനുണ്ട്. അത് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നമുക്കറിയാം PSCയുടെ ആൻസർ കീയിൽ കുറച്ചൊക്കെ തെറ്റ് വരാം. അങ്ങനെ 2-3 ക്വസ്റ്റ്യൻസ് റോങ് ആയിട്ടുണ്ട്. ക്വസ്റ്റ്യൻ തന്നെ 2-3 ക്വസ്റ്റ്യൻസ് തന്നെ തെറ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ നിങ്ങളത് നോക്കുക. അതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് അതിൻ്റെ ബാക്കിയുള്ള ഒരു 100 ക്വസ്റ്റ്യൻസ്, ബാക്കിയുള്ള ഒരു 51 മുതൽ ഒരു 96 വരെയുള്ള അത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരു ഫസ്റ്റ് മൊഡ്യൂൾ, നമ്മുടെ സെപ്റ്റംബറിൽ വരുന്ന ഇലക്ട്രീഷ്യൻ എക്സാംസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഇലക്ട്രിക്കൽ ലെവലിലുള്ള സെപ്റ്റംബറിലുള്ള എക്സാംസിലെല്ലാം ഈ ക്വസ്റ്റ്യൻസ് വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ എല്ലാവരും ഇത് നോക്കി കണ്ട് പഠിക്കുക. ഓക്കെ, നമ്മുടെ 51 ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അക്കോർഡിംഗ് ടു ഓംസ് ലോ, ദ റിലേഷൻ ബിറ്റ്വീൻ റെസിസ്റ്റൻസ്, കറണ്ട് ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് സ്റ്റേറ്റഡ് ആസ് ഡാഷ്. നമ്മൾ ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം പഠിച്ചതാണ്. നമുക്കറിയാം എന്താണ് ആൻസർ. I=V/R. ചില ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡായി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക. റിപ്പീറ്റഡായി ചോദിച്ചാൽ അർത്ഥം എന്താണ്, കുറേ എക്സാംസിൽ അത് എന്താണ് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അത് ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസും ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത 52 ക്വസ്റ്റ്യൻ. വാട്ട് വിൽ ബി ദ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് എ റെസിസ്റ്റർ ഓഫ് 60 ohm ഇഫ് ദ കറണ്ട് ഫ്ലോയിങ് ത്രൂ ഇറ്റ് ഈസ് 0.1 ആംപിയർ. നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പാണ് കണ്ടുപിടിക്കാനുള്ളത്. എന്താണ്, എത്ര തന്നിട്ടുണ്ട്, റെസിസ്റ്റർ തന്നിട്ടുണ്ട്, കറണ്ട് തന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വോൾട്ടേജ് ഡ്രോപ്പ് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മുടെ ആൻസർ വരുമ്പോൾ 6 വോൾട്ട് കിട്ടും. നിങ്ങളിതെല്ലാം ചെയ്ത് നോക്കുക. നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. നമ്മുടെ ക്രാഷ് കോഴ്സ് നടക്കുകയാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. ക്രാഷ് കോഴ്സ് നടക്കുകയാണ്, 1 മന്തിൻ്റെ ക്രാഷ് കോഴ്സ് നടക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് ആൻസേഴ്സ് ഒക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനിപ്പോൾ ആൻസേഴ്സ് മാത്രം പറയാം, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, 53 question. What will be the total resistance of the 3 resistance R1, R2, R3 which are shown in the figure? ഈ 3 റെസിസ്റ്റൻസിൻ്റെയും ടോട്ടൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കണം. പാരലൽ കണക്ഷൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 53 ആൻസർ വരുന്നത് 20 കിലോ ഓം കിട്ടും. ചെയ്ത് നോക്കുക. 54 question. If 3 resistance of 100 ohm, 200 ohm and 300 ohm are connected in parallel and the applied voltage is V, then അതായത് 3 റെസിസ്റ്റൻസ് 100 ഓമിനെയും 200 ഓമിനെയും 300 ഓമിനെയും റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ അപ്ലൈഡ് വോൾട്ടേജ് എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് കുറേ തന്നിട്ടുണ്ട്. നിങ്ങൾ വായിച്ചു നോക്കുക. ആൻസർ ഇതാണ്. നമുക്കറിയാം പാരലൽ കണക്ഷനിൽ എന്തായിരിക്കും സെയിം, വോൾട്ടേജ് സെയിം ആയിരിക്കും. അപ്പോൾ എന്താണ്, അതിൻ്റെ കറണ്ട് ഫ്ലോയിങ് ആണ് പാരലൽ കണക്ഷനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. 55 question. What will be the amount of current flowing through the given circuit? ഈ ഒരു സർക്യൂട്ടിൽ കൂടെ പോകുന്ന കറണ്ട് എന്താ നമുക്കറിയാം. സർക്യൂട്ട് തന്നെ അതിൻ്റെ സർക്യൂട്ട് ബ്രേക്ക് ആണ്. അപ്പോൾ നമുക്കറിയാം കറണ്ട് എന്തായിരിക്കും ആൻസർ 0 ആംപിയർ കറണ്ട് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 55 ക്വസ്റ്റ്യൻ 55 പറഞ്ഞു. അടുത്ത 56th ക്വസ്റ്റ്യൻ. ഇൻ ദ ഗിവൺ സർക്യൂട്ട് the value of R3 is doubled, then for a given voltage Vs is ഒരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. R3 തന്നെ ഡബിൾഡ് ആണ്. അങ്ങനെയാണെങ്കിൽ then the given voltage Vsന് എന്ത് പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വോൾട്ടേജിന് എന്ത് പറ്റും, അത് ബേസ് ചെയ്ത കറണ്ട് എന്ത് പറ്റും എന്നാണ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഒരു ഡയഗ്രം തന്നിട്ടുണ്ട്. എന്ത് പറ്റും, ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്, ഓൾ കറൻറ്റ്സ് വുഡ് ബി അഫക്റ്റഡ് ആണ്. എല്ലാ കറണ്ടിനെയും അഫക്റ്റ് ചെയ്യും. ഇതിൽ കൂടെ പോകുന്ന എല്ലാ കറൻസിനെയും I1, I2, I3 എല്ലാം എന്താ അഫക്റ്റ് ചെയ്യും. R3 ഡബിളായ എല്ലാ കറണ്ടിനെയും അഫക്റ്റ് ചെയ്യുമാണ്. ഓക്കെ, അടുത്ത 57th ക്വസ്റ്റ്യൻ. ദ ക്രോസ് സെക്ഷൻ ഏരിയ ഓഫ് എ കണ്ടക്ടർ ഈസ് 20 square meter ആൻഡ് ഇറ്റ്സ് റെസിസ്റ്റൻസ് ഈസ് 4 ohm. ഏരിയ തന്നിട്ടുണ്ട്, റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. ഇഫ് ഇറ്റ് ക്രോസ് സെക്ഷൻ ഏരിയ ഈസ് ഡബിൾഡ്, അതിൻ്റെ ഏരിയ ഡബിൾ ആയാൽ അങ്ങനെയാണെങ്കിൽ ന്യൂ റെസിസ്റ്റൻസ് എന്താണ്? 2 ohm കിട്ടും. നിങ്ങൾ ആൻസർ നോക്കുക, ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതിലെ ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ, ഇതിൻ്റെ ആൻസേഴ്സിനൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 58 ക്വസ്റ്റ്യൻ. ഇറ്റ് വാസ് എക്സ്പെരിമെൻ്റലി ഫൗണ്ട് ബൈ ജെയിംസ് പ്രിക്കോട്ട് ജൂൾ ദാറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു. നമുക്കറിയാം, നമ്മൾ ജൂൾസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഹീറ്റ് പ്രൊഡ്യൂസ് എന്ന ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദി കറണ്ട് ആണ്. H=I²RT പഠിച്ചിട്ടുണ്ട്. അടുത്ത 59 ക്വസ്റ്റ്യൻ. ഇഫ് എ 200 watt lamp ഈസ് കണക്റ്റഡ് അക്രോസ് എ 250 volt സോഴ്സ്, ദെൻ വാട്ട് വിൽ ബി ദ സർക്യൂട്ട് കറണ്ട്? അപ്പോൾ 59ൻ്റെ ആൻസർ വരുന്നത് C ആണ്. ചെയ്ത് നോക്കുക. ഓക്കെ, C 0.8 ആംപിയർ ആണ് ആൻസർ വരുന്നത്. 60. The monthly power consumption of 10 lamps of 100 watt each used 8 hours a day will be. ഒരു മന്ത്ലി പവർ കൺസപ്ഷനുള്ള 10 ലാംപ്സ് ഉണ്ട്. 100 വാട്ടിൻ്റെ 10 ലാംപ്സ് ഓരോന്നും എന്താണ് ഒരു ദിവസം 8 hours ഒരു ദിവസം യൂസ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ മന്ത്ലി പവർ കൺസപ്ഷൻ എന്തായിരിക്കും? അപ്പോൾ അതൊക്കെ നമ്മൾ ഫോർമുലയൊക്കെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ വരുമ്പോൾ 240 യൂണിറ്റ്സ് ആണ്. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക. 61 ക്വസ്റ്റ്യൻ.
The power consumption of 100 watt lamp used for 10 hours daily will be 100 watt ലാമ്പിൻ്റെ പവർ കൺസപ്ഷൻ എത്ര? ഒരു ദിവസം 10 അവേഴ്സും യൂസ് ചെയ്യുന്ന ലാമ്പാണ്. അപ്പോൾ അതിൻ്റെ 61ൻ്റെ ആൻസർ വരുന്നത് 1 യൂണിറ്റ് ആണ്. അതിനും ഫോർമുലയുണ്ട്, ചെയ്ത് നോക്കുക. 62 ക്വസ്റ്റ്യൻ, ഇനി ക്ലോസ് ലൂപ്പ് ഓഫ് എ DC സർക്യൂട്ട് ദ ആൽജിബ്രിക് സം ഓഫ് ദി EMF ഈസ് ഈക്വൽ ടു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ അതായത് ഒരു DC സർക്യൂട്ടിന് ക്ലോസ്ഡ് ലൂപ്പുള്ള ഒരു DC സർക്യൂട്ട്, അതിനാണ് ദ ആൽജിബ്രിക് സം ഓഫ് ദി EMF എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലാണ്? നമ്മൾ KVL ഒക്കെ വെച്ച് പഠിച്ചിട്ടുണ്ട്. എന്താണ് ഇതിൻ്റെ നമ്മുടെ 62ൻ്റെ ആൻസർ വരുന്നത് സിയും ഉണ്ട്. നമ്മൾ സിയും ബിയും ഒരേ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾ വായിച്ചു നോക്കി അറിയാൻ പറ്റും. എന്താണ് ആൽജിബ്രിക് സം ഓഫ് ദി പ്രോഡക്ട്സ് ഓഫ് ദി റെസിസ്റ്റൻസും കറണ്ട് ഫ്ലോയിങ് ത്രൂ ദമ്മും ആണ്. അതുപോലെ തന്നെ സം ഓഫ് ദി വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് റെസിസ്റ്റൻസ്. ഇത് രണ്ടിൻ്റെയും മീനിങ് സെയിം ആണ്. അടുത്ത 63 ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ദി കറണ്ട് I5 ഇൻ ദ സർക്യൂട്ട് ഷോൺ ബിലോ. ഈ I5 കണ്ടുപിടിക്കണം. നമുക്കറിയാം KCL, ക്രിച്ച് ഓഫ് കറണ്ട് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സം ഓഫ് ദി കറണ്ട് എൻറ്ററിങ് ദ നോഡ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി കറണ്ട് ലീവിങ് ദ നോഡ്. അപ്പോൾ അത് വെച്ച് നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ആൻസർ വരുമ്പം എത്ര കിട്ടും? 63 ആൻസർ ബി കിട്ടും, 7 ആംപിയർ കിട്ടും. അതായത് നമ്മൾ അകത്തോട്ട് പോകുന്ന കറണ്ട് പോസിറ്റീവായി എടുത്താൽ പുറത്തോട്ട് പോകുന്ന കറണ്ട് നെഗറ്റീവായി എടുത്ത് ചെയ്ത് നോക്കണം കേട്ടോ, അന്നേരം ആൻസർ കിട്ടും. 64th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി കറണ്ട് ഇൻ എ ബ്രാഞ്ച് OX ഓഫ് ദി ഗിവൺ ഫിഗർ. ഇത് നമ്മൾ നേരത്തെ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. നമ്മുടെ KCL ചെയ്യാനുള്ളതാണ്. OX ഇതിൽ ഈ ബ്രാഞ്ച് കറണ്ട് എത്രയാണ്, ബ്രാഞ്ചിലുള്ള കറണ്ട് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ KCL ചെയ്ത് നോക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് 11.5 ആംപിയർ ആണ്. 65 ക്വസ്റ്റ്യൻ, വാട്ട് വിൽ ബി വാല്യൂ ഓഫ് കറണ്ട് I4. ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ പ്രീവിയസ് ചോദിച്ചിട്ടുണ്ട് KCL വെച്ച്. I4ൻ്റെ വാല്യൂ ഇതും സെയിം തന്നെയാണ്. സം ഓഫ് ദി കറണ്ട് എൻറ്ററിങ് ദ നോഡ് ഈക്വൽ ടു സം ഓഫ് ദി കറണ്ട് ലീവിങ് ദ നോഡ്. ആ കോൺസെപ്റ്റ് ചെയ്ത് നോക്കുക KCL വെച്ച്. ആൻസർ 6 ആംപിയർ കിട്ടും. 6 ആംപിയർ കിട്ടും. 66 ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് എ സെമി കണ്ടക്ടർ സബ്സ്റ്റൻസ്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ആറ്റംസിൻ്റെയൊക്കെ ചാപ്റ്ററിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ 66ന് ആൻസർ 4 ആണ് വരുന്നത്. ഹൗ മെനി ഫ്രീ ഇലക്ട്രോൺസ് ആർ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് ദി സെമി കണ്ടക്ടർ ആറ്റം. അതിൻ്റെ ആൻസർ വരുന്നതും 4 ആണ്. ഇതൊക്കെ ഈ ഇലക്ട്രോൺസിൻ്റെ ഈ ഒരു സെക്ഷന്, അതായത് നമ്മുടെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലേക്ക് കാണാനുള്ള ക്വസ്റ്റ്യൻസ് കുറേ ചോദിച്ചിട്ടുണ്ട്. അത് 68 ക്വസ്റ്റ്യൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു. ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ആണ്. ദ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഓഫ് ദി ജെർമേനിയം എലമെൻറ്റ് ഈസ് ഡാഷ്. 4 ആണ് ആൻസർ വരുന്നത്. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ എ സിലിക്കൺ ആറ്റം ഈസ് ഡാഷ്, അത് 14. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഇൻ എ അലുമിനിയം ആറ്റം. ഒരു അലുമിനിയം ആറ്റത്തിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 13 ഇലക്ട്രോൺസ്. ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റ് ഓഫ് എ സിലിക്കൺ ആറ്റം. എത്രയാണ്? 4 ആണ് ഉള്ളത് ഔട്ടർ മോസ്റ്റ് കോൺഫിഗറേഷനൊക്കെ നിങ്ങളത് നോക്കിയാൽ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഹൗ മെനി പ്രോട്ടോൺസ് ആർ ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് കോപ്പർ ആറ്റം. കോപ്പർ ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺസ് ഉണ്ട്? 72B, 29 ആണ് ആൻസർ. നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഇൻ സിൽവർ ആറ്റം, അതെന്താണ്? 47. 74 ക്വസ്റ്റ്യൻ, ഹൗ മെനി പ്രോട്ടോൺസ് ആർ ഇൻ ജെർമേനിയം ആറ്റം. ജെർമേനിയം ആറ്റത്തിനകത്ത് എത്ര പ്രോട്ടോൺസ് ഉണ്ട്? 32. ഹൗ മെനി ഫ്രീ ഇലക്ട്രോൺസ് വിൽ മൂവ് ത്രൂ അക്രോസ് എ കണ്ടക്ടർ ഫോർ 1 ആംപിയർ കറണ്ട് ഇൻ 1 സെക്കൻഡ്. എത്രയാണ് 1 ആംപിയർ കറണ്ട്? 1 സെക്കൻഡിൽ 1 ആംപിയർ കറണ്ടിൽ എത്ര ഫ്രീ ഇലക്ട്രോൺസ് ഒരു കണ്ടക്ടറിലൂടെ മൂവ് ചെയ്യും? അപ്പോൾ 75 ആൻസർ വരുന്നത് 6.24 × 10⁻18 ആണ്. ഇത് നമ്മുടെ 2015 ഇലക്ട്രീഷനിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 76 ക്വസ്റ്റ്യൻ, വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ കറണ്ട് വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ എ ക്ലോസ് സർക്യൂട്ട് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഏത് ലോയാണ്? 76 ഓംസ് ലോ. അടുത്ത ക്വസ്റ്റ്യൻ 77 ക്വസ്റ്റ്യൻ, ആസ് പെർ ഓംസ് ലോ സ്റ്റേറ്റ്മെന്റ് ദ സർക്യൂട്ട് കറണ്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. എന്താണ് സർക്യൂട്ട് കറണ്ട് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു? എന്താണ്? റെസിസ്റ്റൻസ്. ദ യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് യൂണിറ്റ് ഓഫ് റെസിസ്റ്റൻസ്? ഓം. 79 ക്വസ്റ്റ്യൻ, ദ 4 ഈക്വൽ റെസിസ്റ്റേഴ്സ് ആർ കണക്റ്റഡ് ഇൻ സീരീസ് ആൻഡ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് ഇസ് 800 ഓം. വാട്ട് വുഡ് ബി ദ ടോട്ടൽ റെസിസ്റ്റൻസ് വെൻ ദേ ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അതായത് 4 ഈക്വൽ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ റെസിസ്റ്റൻസ് 800 ഓം കിട്ടി. അങ്ങനെയാണെങ്കിൽ വാട്ട് വിഡ് ദ ടോട്ടൽ റെസിസ്റ്റൻസ് എന്താണ്? ഇത് പാരലൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണ് അതിൻ്റെ ടോട്ടൽ റെസിസ്റ്റൻസ്? അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ആൻസർ വരുമ്പോൾ 50 ഓം വരും. ചെയ്ത് നോക്കുക. അടുത്ത 80 ക്വസ്റ്റ്യൻ, ഇൻ എ സർക്യൂട്ട് 20 മില്ലി ആംപിയർ കറണ്ട് ഈസ് ഫ്ലോയിങ് അക്രോസ് റെസിസ്റ്റൻസ് അറ്റ് 12 വോൾട്ട് സപ്ലൈ സോഴ്സ്. വാട്ട് വിൽ ബി ദ കറണ്ട് വെൻ ദ വോൾട്ടേജ് ഇസ് ഇൻക്രീസ് ടു 24 വോൾട്ട്. അതായത് ഒരു സർക്യൂട്ട് 20 മില്ലി ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്ന ഒരു സർക്യൂട്ട് അക്രോസ് 12 വോൾട്ട് സപ്ലൈ സോഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ വോൾട്ടേജ് 12 വോൾട്ടിൽ നിന്ന് 24 വോൾട്ട് ആകുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കറണ്ട് എന്താണ്? അതാണ് ക്വസ്റ്റ്യൻ. ആൻസർ 40 മില്ലി ആംപിയർ. ഇത് വയർമാൻ്റെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇസ് മെഷേർഡ് ബൈ. എങ്ങനെയാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് മെഷർ ചെയ്യുന്ന? വോൾട്ട്മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് ചാർജ്. നമുക്കറിയാം ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് എന്താണ്? കൂളംബ്. എന്താണ്? കൂളംബ്. ദ യൂണിറ്റ് ഓഫ് ദി ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റിയുടെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നതും എന്താണ്? നമ്മുടെ ചാർജിനെയാണ് ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അതും കൂളംബാണ് ആൻസർ.
വാട്ട് ഇസ് ദ യൂണിറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ഇലക്ട്രിക് പവർ? ഒരു ഇലക്ട്രിക് പവറിൻ്റെ യൂണിറ്റ് എന്താണ് ഇലക്ട്രിക് പവറിൻ്റെ യൂണിറ്റ്? കിലോ വാട്ടാണ്. മനസ്സിലായി? ഇലക്ട്രിക്കൽ എനർജിയുടെയാണ് കിലോ വാട്ട് അവർ വരുന്നത്, തിരിഞ്ഞു പോരുത്. കിലോ വാട്ട് അവർ ഈസ് ദ യൂണിറ്റ് ഓഫ്, അടുത്ത ക്വസ്റ്റൻ ചോദിച്ചിട്ടുണ്ട്. കിലോ വാട്ട് അവർ ഇസ് യൂണിറ്റ് ഓഫ് എന്താണ്? ഇലക്ട്രിക്കൽ എനർജി. അടുത്ത 86th ക്വസ്റ്റ്യൻ. ദ ഫോർമുല ടു ഫൈൻഡ് ദ സ്പെസിഫിക് റെസിസ്റ്റൻസ്, ലെങ്ത്, ക്രോസ് സെക്ഷൻ ഏരിയ ആൻഡ് റെസിസ്റ്റൻസ്. എന്താണ് ഫോർമുല? നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോസ് ഓഫ് റെസിസ്റ്റൻസിൽ നമ്മൾ പറഞ്ഞതാണ് എന്താണ്? R ഈക്വൽ ടു റോ എൽ ബൈ എ, അല്ലെങ്കിൽ റോ ഈക്വൽ ടു എന്താണ്? RA ബൈ എൽ, ഓം പെർ സെൻറ്റിമീറ്റർ ക്യൂബ്. ഇതാണ് നമ്മുടെ യൂണിറ്റ് എന്ന് പറയുന്നത്, തിരിഞ്ഞു പോരുത്. ഓം പെർ സെൻറ്റിമീറ്റർ ക്യൂബാണ് നമ്മുടെ സ്പെസിഫിക് റെസിസ്റ്റൻസിൻ്റെ യൂണിറ്റ്. അത് കഴിഞ്ഞ സ്ലൈഡ്സിൽ ഇന്നലെ ചെയ്യിപ്പിച്ച പ്രോബ്ലംസിൽ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 87 ക്വസ്റ്റ്യൻ. If the diameter of a metal wire of a given length is doubled, then the resistance will be dash. അതായത് ഒരു മെറ്റൽ വയറിൻ്റെ ഡയമീറ്റർ ഡബിൾ ആയാൽ എന്ത് പറ്റും? റെസിസ്റ്റൻസിന് എന്ത് പറ്റുമെന്ന്. റെസിസ്റ്റൻസ് എന്തായി മാറും? 1/4 ടൈംസ് ആക്കി മാറും. അതായത് ഡയമീറ്റർ ഡബിൾ ആകുമ്പോൾ നമുക്കറിയാം, ഡയമീറ്റർ ഡബിൾ ആയാൽ എന്ത് പറ്റും? അതിലുള്ള ഏരിയ എന്തായി മാറും? 4 ടൈംസ് ആവും. കാരണം എന്താണ്? πd² അല്ലേ. അപ്പോൾ ഏരിയ 4 ടൈംസ് ആകുമ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് എന്തായി മാറും? 1/4 ടൈംസ് ആയി മാറും. അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. At the 88th question, which metal is having the property of negative temperature coefficient? അപ്പോൾ നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ്, പോസിറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ്, ഇതൊക്കെ കുറേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ആൻസർ കാർബൺ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ഹാസ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ്? വീണ്ടും ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാണ് നെഗറ്റീവ് ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഉള്ളത്? 89 ക്വസ്റ്റ്യൻ. ഇലക്ട്രോലൈറ്റ്സ് ആണ്, ഇലക്ട്രോലൈറ്റ്സ്. ഓക്കെ. ദ ഫോർമുല ടു ഫൈൻഡ് ദ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ ടെമ്പറേച്ചർ കോയിഫിഷ്യൻ്റ് ഓഫ് റെസിസ്റ്റൻസ് കാണാനുള്ള ഫോർമുല, ഡയറക്റ്റ് ഫോർമുലയാണ്. എന്താണ് ഫോർമുല? RT ഈക്വൽ ടു R0 ഇൻറ്റു 1 + α/T. ഓക്കെ. അടുത്ത 91 ക്വസ്റ്റ്യൻ. ദ ഹീറ്റ് ജനറേറ്റർ ഈസ് കാൽക്കുലേറ്റഡ് യൂസിങ് ജൂൾസ് ലോ ഈസ് ഡാഷ്. എന്താണ് കലോറീസിൽ നമുക്ക് എങ്ങനെ പറയാം? ജൂൾസ് ലോ എങ്ങനെ? H ഈക്വൽ ടു 0.24 I² RT കാലറീസ് എന്ന് പറയും, കലോറീസ് എന്ന് പറയും. ഇത് വയർമാൻ 2016 വയർമാനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. 91 ക്വസ്റ്റ്യൻ. അടുത്ത 92. വിച്ച് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് ഈച്ച് ജംഗ്ഷൻ ഓഫ് കറണ്ട് ദ സം ഓഫ് ദി ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഔട്ട് ഗോയിങ് കറണ്ട്? ഏതാണ്? നമ്മൾ പ്രോബ്ലം ഇപ്പോൾ ചെയ്യുന്നതാണ്. ഏതാണ്? കിർച്ചോഫ് കറണ്ട് ലോ. 93. In any electric network, the sum of the incoming current at each junction is equal to sum of the outgoing current, which is the name of the law. നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യനിലെ സെയിം ക്വസ്റ്റ്യൻ, ക്രിച്ചോഫ് ഫസ്റ്റ് ലോ. അപ്പോൾ ഓർന്നോണം, KCL ക്രിച്ചോഫ് കറണ്ട് ലോ ആണ് ക്രിച്ചോഫിൻ്റെ ഫസ്റ്റ് ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കുഴപ്പിക്കാനായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് 2015 ഇലക്ട്രീഷ്യനിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇത് എന്താണ്? ഇതും 2015 ഇലക്ട്രീഷ്യനിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ആസ് പെർ ഓംസ് ലോ വിച്ച് വൺ ആസ് ദ കറക്റ്റ് എക്സ്പ്രഷൻ ഫ്രം ദി? ഈ ഒരു ഫിഗറിൽ നിന്ന് കറക്റ്റ് എക്സ്പ്രഷൻ എഴുതാം. ഞാൻ പറഞ്ഞു സം ഓഫ് ദി, നമ്മളെ ഒരു നോഡിൻ്റെ അകത്തോട്ട് പോകുന്ന കറണ്ട് ഈസ് ഈക്വൽ ടു നോഡിൽ നിന്ന് പുറത്തോട്ട് വരുന്ന കറണ്ടിന് ഈക്വൽ ആണ്. അപ്പോൾ ഇതിൽ ആൻസർ ഏതാണ് വരുന്നത്? 94 C ആണ് വരുന്നത് അല്ലേ. I1 + I2 എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്? ഇൻകമിംഗ് കറണ്ട് ഈസ് ഈക്വൽ ടു ലീവിംഗ് കറണ്ട്. I3 + I4 + I5. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ വീസ്റ്റേൺ ബ്രിഡ്ജ്. ഞാൻ വീസ്റ്റേൺ ബ്രിഡ്ജിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എന്താണ് ഈ വീസ്റ്റേൺ ബ്രിഡ്ജ്, എന്താണ് അതിൻ്റെ വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ, അതിൻ്റെ ഒരു കീ ഓപ്പൺ ആയാൽ ക്ലോസ് ആയാൽ എന്ത് പറ്റും, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കാണുക. വീസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ ബാലൻസ്ഡ് കണ്ടീഷൻ എന്താണെന്നൊക്കെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് ആ ഒരു വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. വീസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് എന്താണ്? P തന്നിട്ടുണ്ട്, Q തന്നിട്ടുണ്ട്, S തന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഈക്വലൻ്റ് റെസിസ്റ്റൻസ് ആണ് RX ആണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ അത് RX കണ്ടുപിടിക്കാം. എങ്ങനെയാണ് RX കണ്ടുപിടിക്കേണ്ടത്? സോറി, മാറിപ്പോയി. അപ്പോൾ എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് 6 ohm ആണ് ഇതിൻ്റെ ആൻസർ. ചെയ്തു നോക്കാം. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വീസ്റ്റേൺ ബ്രിഡ്ജ് P വേറൊരു ക്വസ്റ്റ്യൻ ആണ്. P 100 ohm, Q 1000 ohm, S 130 ohm. RX കണ്ടുപിടിക്കാം. ബാലൻസ് കണ്ടീഷനാണെങ്കിൽ നമുക്കറിയാം എന്താണ് ഫോർമുലയൊക്കെ നിങ്ങൾക്കറിയാം. ഇന്നലെയും പറഞ്ഞതാണ് ഫോർമുല. P/Q ഈക്വൽ ടു എന്താണ് Q/RX വെച്ച് നമുക്ക് RX കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ ആൻസർ വരുമ്പോൾ 1300 ohm കിട്ടും. അപ്പോൾ ഇത് വയർമാൻ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഞാൻ ഇന്നലെ നമ്മുടെ ആ ഒരു സെപ്റ്റംബറിൻ്റെ എക്സാംസിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ നടക്കുകയാണ്. ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവരൊക്കെ ജോയിൻ ചെയ്യുക. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ അതിൽ കഴിഞ്ഞു. ഇന്നലെയും ഇന്നും കൂടെ ആയി ഫസ്റ്റ് മൊഡ്യൂൾ. ഞാൻ സിലബസിൽ ഡിസ്ക്രൈബ് ചെയ്ത പോലെ ഫസ്റ്റ് മൊഡ്യൂൾ ഞാൻ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. അവർക്ക് എക്സാമും ആയിരുന്നു ഇന്ന് ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യുക. ഇനിയും ജോയിൻ ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉള്ള ജോയിൻ ചെയ്യുക. നമ്മൾ ഇന്ന് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ടാവും. അപ്പം എല്ലാവരും ജോയിൻ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സ് ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. താങ്ക് യു വെരി മച്ച്.